ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞ പാക്കേജാണ്. ഇത് നമ്മുടെ റിയാക്ട് പ്രൊജക്റ്റിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന ഒരു പാക്കേജാണ്. ഇത് റിയാക്ടിൻ്റെ കോർ പാക്കേജ് അല്ല, അതായത് റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊന്നും കിട്ടത്തില്ല. ഇത് തേർഡ് പാർട്ടി ഒരു പാക്കേജാണ്. പക്ഷേ റിയാക്ടിൻ്റെ ഒപ്പം ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് റിയാക്ട് റൗട്ടർ. സോ അതുകൊണ്ട് തന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ നമ്മൾ റിയാക്ട് റൗട്ടറിൻ്റെ വെർഷൻ 6 ആണ് ഈ കുറച്ച് വീഡിയോസിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ വെർഷൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നത്തെ വെർഷൻസും ഈ 6ഉം തമ്മിൽ കാര്യമായിട്ടുള്ള API ഡിഫറൻസുകളുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇനി മുന്നത്തെ വെർഷനിൽ ഫയലൊന്നും വർക്ക് ചെയ്യണമെന്നില്ല. സോ ഈ ഒരു റിയാക്ട് റൗട്ടറിൻ്റെ സെഷനകത്ത് നമ്മൾ പുതിയ ഒരു പ്രൊജക്റ്റ് എഴുതിയിട്ടാണ് നമ്മളിത് നോക്കുന്നത്. അതായത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു കോഡ് ബേസ് ഉണ്ട്. നമ്മൾ റിയാക്റ്റിനും റിഡക്സിനും ഒക്കെ ഇതാണ് ഇത് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് സ്ക്രാച്ച് എഴുതിയിട്ട് നമുക്ക് റിയാക്ട് റൗട്ടർ നോക്കാം. തുടങ്ങുന്നതിന് മുന്നൊരു കാര്യം, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അത് ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകരമായിരിക്കും. സോ എന്താണ് റിയാക്ട് റൗട്ടർ, എന്തിനാണ് നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യം വരിക? ഓക്കെ, സോ അത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മളുടെ പഴയ പ്രൊജക്റ്റ് ഒരു തവണയും കൂടി ഒന്നെടുക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞു റിയാക്ട് JS എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാവുന്ന ഒരു ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയാണ്. ഓക്കെ, സോ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊറ്റ പേജ് സെർവറിൽ നിന്നും നമുക്ക് ഈ ബ്രൗസറിലോട്ട് വരത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ വ്യൂ പേജ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വെബ് പേജാണ് സെർവറിൽ നിന്നും വരുന്നത്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ റിയാക്ട് JS ഇട്ട് തരുന്നുണ്ട്. എന്നിട്ട് ഈ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ ഈ പേജിലെ കണ്ടന്റുകൾ മാറ്റുന്നത്. സോ നമ്മൾ ആ സെർവറിൽ നിന്നും ആ പേജ് കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ URL ആണ്. ഓക്കെ, സോ നമ്മൾ സെർവറിൽ നിന്നും ഒരു പേജേ വരുന്നുള്ളൂ എന്നതിൻ്റെ അർത്ഥം നമ്മൾ ഈ മൊത്തം ആപ്ലിക്കേഷന് ഈ ഒരൊറ്റ URL ഉള്ളൂ. സോ ഈ URL നിന്നും പേജ് ലോഡ് ചെയ്ത ശേഷമാണ് നമ്മളുടെ ആക്ഷൻസ് അനുസരിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വെബ് പേജ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ അതായത് വൺസ് ഈ പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചേഞ്ച് വരുത്തിയാലും, നമ്മൾ എന്ത് മെനു എടുത്താലും നമ്മളുടെ URLന് യാതൊരു മാറ്റവും വരുന്നില്ല. ഓക്കെ, സോ ഇത് ഫൈനാണ്. ഒരു ജനറൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഓടിക്കാൻ ഇത്രയൊക്കെ മതിയാവും. പക്ഷേ ഇതിലൊരു വലിയൊരു പോരായ്മയുണ്ട്. അതായത് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പോരായ്മയുണ്ട്. അതായത് മൾട്ടി പേജ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ യൂസേജിന് വേറെ പേജ്, സെറ്റിങ്സിന് വേറെ പേജ്, എല്ലാത്തിനും വേറെ വേറെ പേജ് ആയിരിക്കും. സോ വേറെ വേറെ പേജ് ആകുമ്പോൾ എന്താണ്, അതിന് വേറെ വേറെ URL ആയിരിക്കും. /usage എന്നായിരിക്കും അതിൻ്റെ URL. അതുപോലെ സെറ്റിങ്സിന് /settings എന്നായിരിക്കും URL. ആ URL കൊടുക്കുമ്പോഴായിരിക്കും ആ പേജ് വന്ന് ലോഡ് ചെയ്യുക. സോ അതുകൊണ്ട് എന്താണ്, നമുക്കൊരു URL വെച്ച് നമുക്കൊരു പേജ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരാൾക്ക് ഇന്ന പേജ് നോക്കാമെന്ന് പറഞ്ഞിട്ട് URL അയച്ചു കൊടുക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ ഓരോ പേജിനും ഒരു URL ഉണ്ടെങ്കിൽ നമുക്കത് പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് മാർക്ക് ചെയ്യാനോ സേവ് ചെയ്യാനോ ഒക്കെ പറ്റും. സോ അത് ഈ ചെറിയ ആപ്ലിക്കേഷനൊന്നും വലിയ ഡിഫറൻസ് വരത്തില്ല. പക്ഷേ വലിയൊരു ആപ്ലിക്കേഷനാണ്, നമ്മൾ കുറേ യൂസേഴ്സും അതിനകത്ത് കുറേ സബ് മെനൂസും ഒക്കെ ഉണ്ടെങ്കിൽ അതിലത്തെ ഒരു ലിങ്ക് നമുക്ക് വേറെ ആൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ പേജിലോട്ട് ഡയറക്റ്റ് പോകാൻ പറ്റും. ഓക്കെ, സോ അതില്ലെങ്കിൽ എന്ത് പറ്റും, നമ്മൾ പറയണം അവിടെ പോയി ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് സെക്കൻഡ് മെനു ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ലെഫ്റ്റിൽ ഇത് ക്ലിക്ക് ചെയ്യണം, അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. URL ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതൊരു വലിയൊരു ആപ്ലിക്കേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ റിയാക്ട് റൗട്ടർ എന്നുള്ള പാക്കേജ് ഉപയോഗിക്കുന്നത്. സോ ബേസിക്കലി ഈ റിയാക്ട് റൗട്ടർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ URL റീഡ് ചെയ്തിട്ട് ആ URLനുസരിച്ചിട്ട് കോമ്പണൻറ്റുകൾ ലോഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുക എന്നുള്ളതാണ്. സോ അതായത് നമ്മൾ /usage എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ URL വരുമ്പോൾ ഏത് കോമ്പണൻറ്റ് ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ /usage അടിക്കുന്ന സമയത്ത് ഈ യൂസേജ് കോമ്പണൻറ്റ് ലോഡ് ചെയ്യും. സോ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഈ ലോജിക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡ് ചെയ്യുന്ന ഈ ലോജിക്ക് നമ്മൾ എഴുതിയിരിക്കുന്നത് സ്റ്റേറ്റ് വെച്ചിട്ടാണ്. സോ അതായത് നമ്മളൊരു കറണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ആ സ്റ്റേറ്റ് ഹോം ആണെങ്കിൽ ഹോം പേജ് ലോഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് യൂസേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്ത് യൂസേജ് ആക്കും. യൂസേജ് ആണെങ്കിൽ യൂസേജ് ലോഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നത്. ഓക്കെ, സിമിലർ ആണ് റൗട്ടറും ചെയ്യുന്നത്. സിമിലർ നമ്മൾ ഈ സ്റ്റേറ്റിന് പകരം ഈ ഒരു URL ഉപയോഗിക്കുമെന്ന് മാത്രം. അതായത് ബ്രൗസറിൻ്റെ URL ഒരു സ്റ്റേറ്റ് പോലെ എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് കോമ്പണൻറ്റ് ലോഡ് ചെയ്യുക. അതാണ് ബേസിക്കലി റിയാക്ട് റൗട്ടർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ റിയാക്ട് റൗട്ടറിന് എങ്ങനെയാണ് ഈ ബ്രൗസറിൻ്റെ URL ആക്സസ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ജാവാസ്ക്രിപ്റ്റ് തന്നെ അതിലുള്ള APIs കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഹിസ്റ്ററി APIs ഉണ്ട്. അതുപോലെ തന്നെ ഈ location.href എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇതിൻ്റെ URL കിട്ടും. ആ URL അനുസരിച്ചിട്ട് ഇവർ കോൺഫിഗറേഷൻ അനുസരിച്ചിട്ട് URLനുസരിച്ചിട്ട് നമുക്ക് ഈ കോമ്പണൻറ്റ് ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നമ്മുടേതായ രീതിയിൽ റൗട്ടർ എഴുതിയിട്ട് ഇതെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. സോ അത് നോക്കിക്കഴിഞ്ഞാൽ റിയാക്ട് റൗട്ടർ മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ വീഡിയോയിൽ എഴുതുന്ന കോഡിങ് റിയാക്ട് റൗട്ടറിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എഴുതുന്നതാണ്. ശരിക്കുള്ള റിയാക്ട് റൗട്ടർ യൂസേജ് അടുത്ത വീഡിയോ മുതലായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് പുതിയ റിയാക്ട് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ,
സോ ഇൻസ്റ്റലേഷനൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മൾ നേരത്തെ റിയാക്റ്റിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് npm സ്റ്റാർട്ട് അടിച്ച് കഴിഞ്ഞാൽ സോ റിയാക്റ്റിൻ്റെ പേജ് ലോഡായിട്ട് വരും. ഓക്കെ, സോ നമുക്കിതിൽ ഇതേപോലെ തന്നെ 2-3 URL കൊടുക്കാം. അതായത് യൂസേജ് സെറ്റിങ്സ് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് URLs കൊടുക്കാം. എന്നിട്ട് ആ URLനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഓരോ കോമ്പണൻറ്റ് ലോഡ് ചെയ്യുന്ന കോഡ് എഴുതാം. ഓക്കെ, സോ നമുക്ക് ലോഡ് ചെയ്യാനുള്ള കോമ്പണൻറ്റുകൾ ആദ്യം ഉണ്ടാക്കാം. സോ സോഴ്സിനകത്ത് പേജസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കാം. സോ അതിനകത്ത് നമുക്ക് URLനുസരിച്ച് ലോഡ് ചെയ്യാനുള്ള കോമ്പണൻറ്റുകൾ എഴുതാം. സോ അത് നമുക്ക് ഹോം പേജ് എഴുതാം, home.js. ഓക്കെ, എന്നിട്ട് നമുക്കതിനകത്ത് ഒന്നും വേണ്ട, ജസ്റ്റ് റിട്ടേൺ ഹോം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഒരു ഹോം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നൊരു കോമ്പണൻറ്റ് അത്രയേ ഉള്ളൂ. സോ അതേപോലെ തന്നെ നമുക്ക് യൂസേജിന് ഉണ്ടാക്കാം. ഞാനൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതാണ് ജസ്റ്റ് RFC എന്ന് അടിക്കുമ്പോൾ റിയാക്റ്റിൻ്റെ ഫങ്ഷണൽ കോമ്പണൻറ്റിൻ്റെ ഒരു ടെംപ്ലേറ്റ് അവൻ തരും. അത് നമുക്ക് ഇനീഷ്യൽ കോഡുകൾ എഴുതാനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലഗിനാണ്. സോ അത് ബേസിക്കലി ഇതാണ് ആ പ്ലഗിൻ, ES7 React Redux GraphQL സ്നിപ്പെറ്റ്സ്. ഓക്കെ, സോ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ബോയിലർ പ്ലേറ്റ് കോഡുകളൊക്കെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, യൂസേജ് എഴുതി അതേപോലെ തന്നെ സെറ്റിങ്സ് എഴുതാം. ഒരു കോമ്പണൻറ്റും കൂടി എഴുതാം, ചാർട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ 4 കോമ്പണൻ്റ് ഉണ്ട്. സോ നമുക്ക് app.jsനകത്തുള്ള ഈ ഡീഫോൾട്ട് ഈ റിയാക്റ്റിൻ്റെ ഈ കോഡൊക്കെ നമുക്ക് എടുത്ത് കളയാം. സോ ഇനി നമുക്ക് ഈ URLനുസരിച്ചിട്ട് ഈ കോമ്പണൻ്റ് ഇവിടെ ലോഡ് ചെയ്യുന്ന ലോജിക്ക് എഴുതാം. ഇത് നമ്മൾ ഒരു പാക്കേജ് ഉപയോഗിക്കുന്നില്ല, നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന കോഡാണ്. ഓക്കെ, സോ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം. സോ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ URL റീഡ് ചെയ്യാനും അതിൻ്റെ ലോജിക്ക് എഴുതാൻ നമുക്ക് സെപ്പറേറ്റ് ഒരു കോമ്പണൻ്റ് എഴുതാം. സോ അതിൻ്റെ പേര് നമുക്ക് myRouter എന്ന് കൊടുക്കാം, myRouter.js. ഓക്കെ, ഈ myRouterനകത്താണ് ഈ URL റീഡ് ചെയ്തിട്ട് ഏത് കോമ്പണൻറ്റ് കാണിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, സോ നമ്മൾക്ക് app.jsനകത്ത് നമുക്ക് ഇതേപോലെ myRouter വിളിക്കാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ചിൽഡ്രനായിട്ട് നമുക്ക് ഇതിൻ്റെ ചിൽഡ്രനായിട്ട് ഈ പറയുന്ന കോമ്പണൻസ് എല്ലാം കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ചിൽഡ്രനായിട്ട് കൊടുക്കുമ്പോഴുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗട്ടറിന് തീരുമാനിക്കാം ഈ ചിൽഡ്രനിലെ എല്ലാം പ്രിൻറ്റ് ചെയ്യണോ അതോ URL മാച്ച് ചെയ്തത് മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി എന്ന് നമുക്ക് ഈ റൗട്ടറിന് തീരുമാനിക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ചിൽഡ്രനായിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ myRouterനകത്ത് പോയിട്ട് നമ്മളുടെ ഈ URL റീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അത് window.location.href ആയിരിക്കും. നമുക്കത് കൺസോൾ ചെയ്ത് നോക്കാം. നമ്മളുടെ URL ഇതായിരിക്കും, അതായത് /ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും URL വരുന്നത്. ഹോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് URL കിട്ടും. ഓക്കെ, const href window.location.href. എന്നിട്ട് നമുക്കിതിൻ്റെ ലാസ്റ്റ് പാർട്ട് നമ്മൾ റീഡ് ചെയ്യണം. സോ അതിന് ജാവാസ്ക്രിപ്റ്റ് തന്നെ ഒരു URL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ഉണ്ട്, നമുക്കത് ഉപയോഗിക്കാം. const obj new URL href. ഓക്കെ, ഒരു obj ഡോട്ട് പാത്ത് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവസാനത്തെ ഈ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, സോ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ /home എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ഈ സ്ലാഷ് വേണമെങ്കിൽ എടുത്ത് കളയാം. അതിന് .substring.1 എന്ന് പ്രിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഈ ലാസ്റ്റ് പാർട്ട് കിട്ടും. ഓക്കെ, സോ ഇനി ഈ ലാസ്റ്റ് പാർട്ടിനനുസരിച്ചിട്ട് ഈ പേജസിനകത്ത് ഏത് ഡിസ്പ്ലേ ചെയ്യണമെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ ആപ്പിനകത്ത് 4 കൊടുത്തിട്ടുണ്ട്. സോ ഈ 4 ഈ പാത്ത് നെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഏതാണെന്നും കൂടി നമുക്കറിയണം. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ അതിന് സിമ്പിളായിട്ട് ഇവിടെ പ്രോപ്പ് കൊടുക്കാം, path is equal to home. ഓക്കെ, ചാർട്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ചിൽഡ്രൻ എല്ലാം ഈ myRouterനകത്ത് കിട്ടും. അതായത് props.children എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 4 ഐറ്റംസ് ആയിരിക്കും. ഓക്കെ, ഇനി ചിൽഡ്രൻ ഫുള്ള് നമ്മൾ ഇതിനകത്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 നമുക്ക് ഇവിടെ കയറി ബ്രേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ചിൽഡ്രൻ മൊത്തത്തിൽ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 പ്രിൻ്റ് ചെയ്യും. പക്ഷേ 4 പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഹോമിനനുസരിച്ചിട്ടുള്ള ഈ ഹോം മാത്രമേ ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ സബ്സ്ട്രിങ് മാച്ച് ചെയ്യുന്ന
ഏത് കോമ്പണൻ്റ് ആണോ അത് മാത്രം പ്രിൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ അതിനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതൊരു വേരിയബിളിലോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്റ്റിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ചിൽഡ്രനിൽ കിട്ടും. ഇതിനകത്തുനിന്ന് ഫൈൻഡ് ചെയ്തിട്ട് ഒരെണ്ണം മാത്രമേ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടതുള്ളൂ, എല്ലാം പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അതിന് പല വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിൽഡ്രനെയൊക്കെ അറയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അറയിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാം ഒരു ചൈൽഡിനെ, എന്നിട്ട് ആ ചൈൽഡ് മാത്രം പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ചിൽഡ്രനെ അറയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു API റിയാക്റ്റ് തരുന്നുണ്ട്. സോ അതിതാണ് react.children.toArray. നമുക്കത് ഉപയോഗിക്കാം. ഈ ചിൽഡ്രനിലെ അറയിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ചൈൽഡ് മാത്രം ഫൈൻഡ് ചെയ്യുക. ഓക്കെ, child.props.path is equal to path. ഇതിലെ ചിൽഡ്രനിലെ ഓരോ ചൈൽഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഓരോരോ ചൈൽഡാണ്. സോ അതുപോലെ തന്നെ ഈ child.props.path എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്ത ഈ പാത്താണ്. ഓക്കെ, സോ ഈ പാത്തും നമ്മൾ URL നിന്ന് റീഡ് ചെയ്ത ഈ പാത്തും സെയിം ആണെങ്കിൽ അത് മാത്രം ഫൈൻഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാനാണ് നമ്മളോട് കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഹോം മാത്രമേ പ്രിൻറ്റ് ചെയ്തുള്ളൂ, യൂസേജ് കൊടുക്കുമ്പോൾ യൂസേജ് മാത്രമേ പ്രിൻറ്റ് ചെയ്തുള്ളൂ, സെറ്റിങ്സ് കൊടുത്തപ്പോൾ സെറ്റിങ്സ്, അതേപോലെ ചാർട്ട് കൊടുത്തപ്പോൾ ചാർട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിമ്പിളായിട്ട് റൗട്ടർ എഴുതി ഈ റൗട്ടർ URL റീഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കോമ്പണൻറ്റ് ഡിസ്പ്ലേ ചെയ്തു. സോ അങ്ങനെ ചെയ്താൽ എന്താ നമുക്ക് ഓരോ കോമ്പണൻറ്റിനും അതിൻ്റേതായിട്ടുള്ള URL കൊടുക്കാൻ പറ്റും. സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് മാറ്റുന്നതിന് പകരം നമുക്ക് ഇവിടെ ലിങ്ക് കൊടുക്കാൻ പറ്റും, അതായത് മെനു കൊടുക്കുന്ന പോലെ തന്നെ. എന്നിട്ട് ആ മെനു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പേജ് മാറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് നമുക്ക് ഈ ഒരു കേസിനകത്ത് നമുക്ക് സാധാരണ ആങ്കർ ടാഗുകൾ കൊടുക്കാം. href home എന്ന് പറഞ്ഞ ഹോമിലേക്ക് പോകാനും അതുപോലെ തന്നെ ബാക്കിയുള്ള പേജിലോട്ട് പോകാനും. സോ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതാത് പേജിലോട്ട് പോകാനും പറ്റും. സോ അങ്ങനെ നമുക്കൊരു മെനു ഐറ്റം ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ചെയ്ത വളരെ ബേസിക് ആയിട്ടുള്ളൊരു റൗട്ടറിൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ്. സോ ഇത് നമുക്ക് ആ റൗട്ടറിൻ്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. സോ ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ബേസിക്കലി റിയാക്ട് റൗട്ടറിൽ ചെയ്യുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് എക്സ്ട്രാ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് റിയാക്ട് ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇനിയൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ റിയാക്ട് റൗട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് റൗട്ടർ ഉണ്ട്. ഒന്ന് ബ്രൗസർ റൗട്ടറും ഒന്ന് ഹാഷ് റൗട്ടറും. സോ ഇങ്ങനെ 2 റൗട്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഈ റൗട്ടറുകൾക്ക്, അതായത് സിംഗിൾ പേജ് ആപ്ലിക്കേഷനും റൗട്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. സോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സെറ്റിങ്സ് അടിച്ചു. ഓക്കെ, സോ ജനറലി സെറ്റിങ്സ് അടിക്കുന്ന സമയത്ത് സോ ഇതിൻ്റെ ഇൻസ്പെക്ട് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സോ നമ്മൾ എന്ത് പാത്ത് അടിച്ചാലും ജനറലി ഇതൊരു സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ തന്നെയാണ്. സെറ്റിങ്സിന് വേറെ ഫയലൊന്നും എടുത്തിട്ട് വരുന്നത്. സെറ്റിങ്സ് അടിച്ചാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സെറ്റിങ്സ് അടിച്ചാലും അതേപോലെ തന്നെ യൂസേജ് അടിച്ചാലും സോ എന്ത് തന്നെ അടിച്ചാലും നമ്മൾ ആ ഒരൊറ്റ സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ് ലോഡ് ചെയ്യുന്ന ഇനീഷ്യൽ ലോഡിൽ യാതൊരു മാറ്റവും. അതായത് ആ സർവറിൽ നിന്ന് പോയിട്ട് ആ ഒരു ഇൻഡെക്സ് പേജ് ഇവിടെ ലോഡ് ചെയ്യും, ജാവാസ്ക്രിപ്റ്റുകളും എല്ലാം ലോഡ് ചെയ്യും. എന്നിട്ട് പിന്നെ ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റിൽ വന്ന ശേഷമാണ് ഈ URL നോക്കിയിട്ട് ആ കോമ്പണൻറ്റുകൾ ഇവിടെ ക്ലയൻറ്റ് സൈഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവറുകൾ, അതായത് പണ്ടത്തെ സർവറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ യൂസേജ് എന്ന് പറഞ്ഞ ഫയലാണ് നോക്കുന്നത്. അതായത് അതേപോലെ തന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സിൻ്റെ ഫയൽ നോക്കും. ഓക്കെ, ഓരോ URLനും ഡിഫറെൻറ്റ് ഫയലാണെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചില സർവറുകൾ എഴുതിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസേജ് അടിക്കുമ്പോൾ സർവർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എറർ റിട്ടേൺ ചെയ്യും. സോ അതാണ് റിയാക്ട് റൗട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജനറലി കാണാനുള്ളൊരു പ്രശ്നം. സോ അങ്ങനത്തെ കേസുകളിൽ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് URL, ഇപ്പോൾ റിയാക്ട് ആപ്പ് ഉണ്ടായിട്ട് ഏത് URL കൊടുത്താലും ഈ ഒരു സിംഗിൾ പേജാണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്ന് നമ്മൾ സർവറിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റണം. ഓക്കെ, മിക്കവാറും വെബ് സെർവറുകളിൽ നമുക്ക് അങ്ങനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. സോ ഇത് സെർവറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിയാക്ട് റൗട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന URL, അതായത് ഇപ്പോൾ ഏത് URL ഇപ്പോൾ യൂസേജ് കൊടുത്താലും അതേപോലെ തന്നെ സെറ്റിങ്സ് കൊടുത്താലും എന്ത് കൊടുത്താലും സെയിം റെസ്പോൺസാണ് നമുക്ക് തരേണ്ടത്, നമുക്ക് സെർവറിൽ പറഞ്ഞു കൊടുക്കണം. സോ ഇത് ഗിറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രശ്നം വരും. ഗിറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫയലിലും ഓരോ URL ആണ്. ഓക്കെ, സോ ഗിറ്റിലും അതേപോലെ തന്നെ AWS S3 അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ട് വേണം ഈ റിയാക്ട് റൗട്ടർ എനേബിൾ ചെയ്യാൻ. ഓക്കെ, സോ അതിന് റിയാക്ട് റൗട്ടർ തന്നെ ഒരു സൊല്യൂഷൻ തരുന്നുണ്ട്. അതായത് അതിന് പേരാണ് ഹാഷ് റൗട്ട്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്ന റൗട്ടിന് അവർ പറയുന്ന പേരാണ് ബ്രൗസ് റൗട്ട് എന്ന് പറയുന്നത്, സാധാരണ സ്ലാഷ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ബ്രൗസ് റൗട്ടാണ് എപ്പോഴും സെർവറിൽ പോയിട്ട് ഡാറ്റ എടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇതുകൂടാതെ തന്നെ ഹാഷ് റൗട്ട്, അതായത് റിയാക്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഹാഷ് റൗട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഹാഷ് റൗട്ടിൽ നമുക്ക് സ്ലാഷ് ഹാഷ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഞാൻ സ്ലാഷ് ഹാഷ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ
അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്തിന് ഹാഷിന് മുന്നേ ഉള്ളതിന് മാത്രമേ അവൻ സെർവർ റിക്വസ്റ്റ് ചെയ്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് റിക്വസ്റ്റ് ഈ 3000 വരെ ഉള്ളൂ. ഓക്കെ, സോ ബാക്കിയുള്ളതിന് അവൻ സെർവർ റിക്വസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ അങ്ങനെ പറ്റുമ്പോൾ എന്താ വെച്ചാൽ സെർവറിൽ കോൺഫിഗറേഷൻ പ്രശ്നമില്ല. കാരണം ഈ ഒരു റിക്വസ്റ്റിന് അവൻ index.html വരും. ബാക്കിയുള്ള റിക്വസ്റ്റുകൾ ബാക്കി സ്ലാഷ് ഇട്ട് കൊടുക്കുന്നതിനൊന്നും സെർവറിലോട്ട് റിക്വസ്റ്റേ പോകുന്നില്ല. അത് ഇവിടെ വന്നിട്ട് ക്ലയൻറ്റ് സൈഡിൽ നിന്നും ഇതിനനുസരിച്ചിട്ട് കോമ്പണൻസ് അവൻ ലോഡ് ചെയ്യും. ഓക്കെ, സോ ഇതിനാണ് ഹാഷ് റൗട്ടിംഗ് എന്ന് പറയുന്നത്. മറ്റേതിന് സാധാരണ നമ്മൾ ഹാഷ് ഇല്ലാത്തതിന് ബ്രൗസർ റൗട്ടിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ജനറലി റിയാക്ട് റൗട്ടർ പറയുന്നത് ബ്രൗസ് റൗട്ടിംഗ് ആണ് ഫേവറബിൾ. കാരണം എൻ്റെ URL കാണാൻ കുറച്ചുകൂടി നീറ്റാണ്. ഓക്കെ, സോ അതുകൊണ്ട് ബ്രൗസ് റൗട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കണം ബേസിക്കലി ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങളുടെ സെർവറിൽ യാതൊരു കാരണവശാലും ഈ പറയുന്ന കോൺഫിഗറേഷൻ സമ്മതിക്കുന്നില്ല, ഡിഫറെൻറ്റ് URLന് സെയിം പേജ് തരാനുള്ള കോൺഫിഗറേഷൻ സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹാഷ് റൗട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഹാഷ് റൗട്ട് ഉപയോഗിക്കാനും ബ്രൗസർ റൗട്ട് ഉപയോഗിക്കാനും അത് സ്വിച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അത് ഒരു ചെറിയൊരു കോമ്പണൻറ്റ് മാറ്റി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി റിയാക്ട് റൗട്ടറിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ. സോ നമ്മൾ എഴുതിയ മൈ റൗട്ടർ ആവശ്യമില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എഴുതിയിരിക്കുകയാണ്. നമുക്കത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് റിയാക്ട് റൗട്ടർ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സുകളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ വീഡിയോനകത്ത്. സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ആവശ്യമുള്ള എല്ലാവരുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.